ഹായ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സ്യൂളിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു തീമുമായിട്ടാണ്. UPSC പ്രിലിംസ് പെർസ്പെക്റ്റീവില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു തീമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സോ ഇത് തീം എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് RBI ആണ്. ഈ ഒരു ഹെഡ്ലൈൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് UPSC പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഈ ഒരു തീമിനുള്ള ഇമ്പോർട്ടൻസ്. RBI plans 5 episode web series to showcase its 90-year journey functions. RBI Deputy Governor says data analytics to play key role in central bank enhanced supervisory functions. RBI to hold a conference for NBFC assurance function head. ഈ ഹെഡ്ലൈൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഈ ഒരു തീം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന്. സോ ഈ ഒരു തീമിൽ നിന്ന് വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQസും കൂടെ നമുക്ക് നോക്കാം. 2024 with a reference to the rule or rules imposed by the Reserve Bank of India while treating foreign banks, consider the following statement. അതേനൊക്കെ 2022 with a reference to the Indian economy, consider the following statement. If the inflation is too high, Reserve Bank of India is likely to buy government securities. If the rupee is rapidly depreciating, RBI is likely to sell dollars in the market. If interest rate in the USA or European Union were to fall, that is likely to induce RBI to buy dollars. Which of the statements above are correct? 2022 വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. In India, which one of the following is responsible for maintaining price stability by controlling inflation? അതേനൊക്കെ 2021 in India, the central bank function as the lender of last resort usually refers to which of the following? 2019 if the RBI decide to adopt an expansionist monetary policy, which of the following would it not do? സോ ഈ ഒരു തീമിൽ നിന്ന് തന്നെ ഇത്രയധികം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് RBIയുടെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. RBI is a monetary authority. കാരണം RBI ആണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്തിനാണ് RBI മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? പ്രൈസ് സ്റ്റെബിലിറ്റിയും അതേണക്ക് തന്നെ എക്കണോമിക് ഗ്രോത്തും അച്ചീവ് ചെയ്യാനായിട്ടാണ് RBI മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് മോണിറ്ററി പോളിസിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് എന്ന് നമുക്ക് നോക്കാം. റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ ഉണ്ട്, CRR ഉണ്ട്, SLR ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, ദെൻ MSF ഉണ്ട്. സോ എവിടെയാണ് ഈ പറയുന്ന റിപ്പോ റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് ലിക്വിഡിറ്റിയും അതേണക്ക് തന്നെ ഇൻഫ്ലേഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോ റേറ്റ് യൂസ് ചെയ്യുന്നത്. അതേസമയം റിവേഴ്സ് റിപ്പോ റേറ്റ് എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാനായിട്ട്, ഒരു എക്കോണമിയിൽ എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്റ്റേറ്റ് വരികയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന റിവേഴ്സ് റിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ CRR അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് ബാങ്ക്സിന് ലെൻഡ് ചെയ്യാനുള്ള ഫണ്ട് റെഗുലേറ്റ് ചെയ്യുക, അതാണ് ഈ പറയുന്ന CRR. കാരണം അവരുടെ ഡെപ്പോസിറ്റിന്റെ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ RBI പറയുന്ന അത്രയും പെർസെന്റേജ് അവർക്ക് RBIയിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അതാണ് ഈ പറയുന്ന CRR. ദെൻ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ബാങ്കിന്റെ സോൾവൻസി എൻഷുർ ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന SLR യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതായത് GSEC വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ RBI എക്കോണമിയിലുള്ള മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, അതായത് ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ബാങ്ക്സിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ് ആൻഡ് NBFC. RBI എക്കോണമിയിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നത് ബാങ്ക്സിന് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ്. അതേണക്ക് പ്രൂഡൻഷ്യൽ നോംസ് സെറ്റ് ചെയ്യുക, അതായത് ബാങ്ക്സിന്റെ അല്ലെങ്കിൽ എക്കോണമിയുടെ ഓവറോൾ ഹെൽത്ത്, ഫൈനാൻഷ്യൽ ഹെൽത്ത് നോക്കിയിട്ടായിരിക്കും ഈ പറയുന്ന prudential norms ക്രിയേറ്റ് ചെയ്യുന്നത്. അതേണക്ക് മോണിറ്ററിംഗ് അസറ്റ് ക്വാളിറ്റി ആൻഡ് NPA നോൺ പെർഫോമിംഗ് അസറ്റ്, കാരണം ബാങ്ക്സിന് എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റ് വെച്ചിട്ടാണ്. ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് അനലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന NPA വെച്ചിട്ടാണ്. സോ ആ ഒരു മോണിറ്ററിംഗ് RBI ചെയ്യുന്നുണ്ട്. അതേണക്ക് സൂപ്പർവൈസിംഗ് NBFC ത്രൂ സ്കെയിൽ ബേസ്ഡ് റെഗുലേഷൻ ഫ്രെയിംവർക്ക്, അതായത് സൈസ്, ആക്ടിവിറ്റി, അവരുടെ റിസ്ക് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെഗുലേഷൻ ഫ്രെയിംവർക്കിലാണ് ഈ പറയുന്ന NBFCനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാനേജർ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, അതായത് മണി മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന RBI ആണ്.
മണി മാർക്കറ്റിന്റെ കേസിൽ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആണ് അവിടെ മാനേജ് ചെയ്യുന്നത്. അതായത് ട്രഷറി ബില്ല്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ മണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ RBI അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. ദെൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, അതായത് ട്രഷറി ബിൽസും ബോണ്ടുകളുടെ ഒക്കെ പ്രൈമറി ഇഷ്യൂവൻസ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ലിക്വിഡിറ്റി മാനേജ് ചെയ്യാനായിട്ട്, അതായത് എക്കോണമിയിൽ GSEC അല്ലെങ്കിൽ ബോണ്ടുകൾ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നത് RBI ആണ്. ദെൻ ഫോറക്സ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഫെമ ആക്ട് 1999 ഫെമ ആക്ട് പ്രകാരം ഫോറക്സ് മാർക്കറ്റിനെ RBI മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും RBIയുടെ റോൾസ് എന്തൊക്കെയാണെന്ന്. സൂപ്പർവൈസർ ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, ബാങ്കേഴ്സ് ബാങ്ക്, ഇഷ്യൂർ ഓഫ് കറൻസി, മോണിറ്ററി പോളിസി, ബാങ്കർ ടു ഗവൺമെന്റ്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് RBI. സോ ഇനി നമ്മൾ നോക്കുന്നത് മാർക്കറ്റും ആ ഓരോ മാർക്കറ്റിലും RBIയുടെ ഫങ്ഷൻസും ആണ്. ഫസ്റ്റ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റില് ഈ പറയുന്ന RBI T-ബിൽസും അതേ കണക്ക് തന്നെ കൊമേഴ്ഷ്യൽ ഡെപ്പോസിറ്റ് ഒക്കെ വഴിയാണ് ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നത്. ദെൻ GSEC മാർക്കറ്റ്. GSEC മാർക്കറ്റില് ഈ പറഞ്ഞ ഡെറ്റ് ഇഷ്യൂവൻസ് അതേ കണക്ക് തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ത്രൂ ആണ് GSEC മാർക്കറ്റിനെ RBI ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ ഫോറക്സ് മാർക്കറ്റ്, അതായത് ഈ പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ്, ഫെമ റൂൾസ് തുടങ്ങിയവയൊക്കെ വെച്ചിട്ടാണ് RBI കൺട്രോൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അതായത് RBI ആണ് ഇന്ത്യയുടെ റിസർവുകൾ കീപ്പ് ചെയ്യുന്നത്. സോ എന്തിനാണ് നമ്മൾ ഈ റിസർവ് കീപ്പ് ചെയ്യുന്നത്? ഫോർ സേഫ്റ്റി, ലിക്വിഡിറ്റി ആൻഡ് റിട്ടേൺസ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് RBI റിസർവുകൾ കീപ്പ് ചെയ്യുന്നത്. സോ ഈ റിസർവ് കോമ്പോസിഷൻ എങ്ങനെയാണ് നോക്കാം. അതായത് ബിസിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ഫോറിൻ സെൻട്രൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, സോവറിൻ ബോണ്ട്സുകളുണ്ട്, ഗോൾഡ്, SDRs തുടങ്ങിയ കാര്യങ്ങളൊക്കെ RBI കീപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്രിലിംസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു തീമാണ് ഈ പറയുന്ന ഫോറക്സ് റിസർവുകളും അതേ കണക്ക് SDRും തമ്മിലുള്ള കണക്ഷൻ ഒക്കെ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മാനേജ്മെന്റ്. ത്രൂ ഫെമ വഴിയാണ് ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട് ആയാലും ക്യാപിറ്റൽ അക്കൗണ്ട് ആയാലും RBI കൺട്രോൾ ചെയ്യുന്നത്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡ് ഫ്ലോസ് ഉണ്ട്, ഇൻവെസിബിൾസ് ഉണ്ട്, റെമിറ്റൻസ് ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അതേ കണക്ക് തന്നെ ബോറോയിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കർ ടു ദ ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റിന്റെ ആയാലും സെൻട്രലിന്റെ ആയാലും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന RBI ആണ്. അതേ കണക്ക് തന്നെ പേയ്മെന്റ്, റെസീറ്റ്സ്, ബോറോയിങ് പ്രോഗ്രാംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതും ഈ പറയുന്ന RBI ആണ്. അതേപോലെ ഷോർട്ട് ടേം ക്രെഡിറ്റ് ആയിട്ട് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ത്രൂ ലിക്വിഡിറ്റി RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ അഡ്വൈസർ ആയിട്ടും പോർട്ട്ഫോളിയോ മാനേജർ ഒക്കെ ആയിട്ടും RBI വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെറ്റ് മാനേജർ ആണ്. കാരണം RBI പീരിയോഡിക്കലി തന്നെ ഓഷൻസ് നടത്തി GSECകളായാലും അതേ കണക്ക് തന്നെ T-ബിൽസ് ആയാലും ഒക്കെ ഓഷൻസ് നടത്താറുണ്ട്. അതേ കണക്ക് തന്നെ പബ്ലിക് ഡെറ്റിനെ മാനേജ് ചെയ്യുന്നത്, ഗവൺമെന്റ് പബ്ലിക് ഡെറ്റിനെ മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന RBI ആണ്. വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള അതേ കണക്ക് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബോറോയിങ്ങിന് വേണ്ടിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന RBIയുടെ നോംസിൽ പെടുന്നതാണ്. സോ RBI ഡെറ്റ് മാനേജർ എന്ന രീതിയിലും അതേ കണക്ക് തന്നെ ഹയർ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ RBIയുടെ റോളുകളൊക്കെ നോക്കി പോവുക. ദെൻ ബാങ്കേഴ്സ് ബാങ്ക്, അതായത് ബാങ്ക്സ് പ്രോപ്പർ ആയിട്ട് CRRും SLRും ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് RBI ആണ്. അതേ കണക്കിന് ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റിനുള്ള അവസരം RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ആക്ട് ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കറൻസി ഇഷ്യൂവൻസ് ആണ്. ഇന്ത്യൻ കറൻസിയുടെ സോൾ ഇഷ്യൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന RBI ആണ്. അതിലൊരു എക്സെപ്ഷൻ വരുന്നത് 1 രൂപ നോട്ട്സും കോയിൻസും മാത്രമാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനൊക്കെ ക്ലീൻ ആൻഡ് ജെനുവൻ നോട്ട്സിന്റെ സപ്ലൈ അതും RBI ആണ്. സോ ഇതൊക്കെയാണ് കറൻസി ഇഷ്യൂവൻസിൽ വരുന്നത്. ദെൻ ഓവർസൈറ്റ് ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് RBI ത്രൂ ആണ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, നെഫ്റ്റ്, ഭാരത് ബിൽ പേ, UPI തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന RBI ആണ്. സോ സൈബർ സെക്യൂരിറ്റി, ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ RBIയുടെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ പോളിസി റിസർച്ച് ആൻഡ് ഡേറ്റ ഡിസമിനേഷൻ, അതായത് ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക, ബാങ്കിങ് ട്രെൻഡ്സ് അനലൈസ് ചെയ്യുക, അതേ തന്നെ മോണിറ്ററി പോളിസി റിപ്പോർട്ട് പീരിയോഡിക്കലി തന്നെ കൊടുക്കുക. ദെൻ ഡേറ്റ ട്രാൻസ്പെറൻസി സപ്പോർട്ട്, പോളിസി മേക്കിംഗിലൊക്കെ ഗവൺമെന്റ് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതൊക്കെ RBIയുടെ ചുമതലകളിൽ പെട്ടതാണ്. ദെൻ RBI ഡെവലപ്മെന്റൽ റോള് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം RBI നമ്മൾ പറഞ്ഞു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് RBI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ റൂറൽ ക്രെഡിറ്റിലും RBIയുടെ പങ്ക് വളരെ വലുതാണ്.
സോ ഫസ്റ്റ് വൺ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, അതായത് ഏതെങ്കിലും സെക്ടറിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ലെൻഡ് ചെയ്യുക. അതായത് അഗ്രികൾച്ചർ, MSME തുടങ്ങിയ സെക്ടേഴ്സിന് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ കോ ലെൻഡിങ് സ്കീം, അതായത് NBFC ആയിട്ട് കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് കോ ലെൻഡിങ് മോഡല് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ലീഡ് ബാങ്ക് സ്കീം, അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ ക്രെഡിറ്റ് പ്ലാനിംഗ് രീതിയിൽ കൊണ്ടുവന്ന ഒന്നായിരുന്നു ഈ പറഞ്ഞ ലീഡ് ബാങ്ക് സ്കീം. ദെൻ കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് മെക്കാനിസത്തിലൂടെ ഓരോ കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വരുന്നത്. സോ ഈ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ ഒരു തീമിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ നോക്കാം. ഡിജിറ്റൽ എക്കോണമി ആൻഡ് ഫിൻടെക് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. കാരണം RBI ഡിജിറ്റൽ റുപ്പീനെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേണക്ക് തന്നെ നമ്മുടെ UPI ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെയധികം വർദ്ധിച്ചൊരു ഇയർ ആയിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സിന്റെ റെഗുലേഷൻസ് ഒക്കെ പലപ്പോഴും ഹെഡ്ലൈൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നമ്മൾ RBIയുടെ റിലീസുകൾ വളരെയധികം ട്രാക്ക് ചെയ്ത് പോവുക. അതേണക്ക് തന്നെ ഹോൾസെയിൽ, UPI, NPCI ഫ്രെയിംവർക്കുകളൊക്കെ പഠിച്ചിട്ട് പോവുക. ദെൻ മോണിറ്ററി പോളിസി ആൻഡ് ഇൻഫ്ലേഷൻ കൺട്രോൾ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. കാരണം പോസ്റ്റ് ഗ്ലോബൽ ഓയിൽ സ്പൈക്ക് കാരണം ഇൻഫ്ലേഷൻസ് ഒക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേണക്ക് തന്നെ ഫുഡ് പ്രൈസിലുള്ള എൽനിനോയുടെ എഫക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാകുമ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻസ്, അവരുടെ സ്ട്രക്ചർ, നമ്മുടെ ഇൻഫ്ലേഷന്റെ ട്രെൻഡ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ ഫിസ്ക്കൽ പോളിസി ആൻഡ് പബ്ലിക് ഡെറ്റ്, കാരണം ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെയധികം റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ പോസ്റ്റ് കോവിഡിന് ശേഷം ഹയർ ആയിട്ടുള്ള മാർക്കറ്റ് ബോറോയിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെ ഡെറ്റ് ടു GDP ട്രെൻഡ്സ്, അതേണക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, G-Secന്റെ ടൈപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് ഫോറക്സ് മാനേജ്മെന്റ്, ഗ്ലോബൽ കറൻസി വൊളാറ്റിലിറ്റി, US ഫെഡറൽ ഡിസിഷൻസ്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഇൻഫ്ലോസിനെ അഫക്ട് ചെയ്യുക എന്നുള്ളത് റീസെന്റ് ആയിട്ട് വന്ന കുറെ ഇഷ്യൂസിൽ പെടുന്നതാണ്. സോ അങ്ങനെയാകുമ്പോൾ നമ്മള് ഫെറ ആ ഒരു ഫ്രെയിംവർക്കുകൾ റിവൈസ് ചെയ്യുക. ഫോറക്സ് റിസർവിന്റെ കമ്പോണൻസ്, SDR, BOP കമ്പോണൻസ്, കംഫർട്ടബിലിറ്റി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ബാങ്കിങ് റീഫോംസ് ആൻഡ് NBFC റെഗുലേഷൻസ്, കാരണം RBI NBFCയുടെ നോംസുകൾ പലതും സ്ട്രിക്റ്റ് ആയിട്ട് ടൈറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാകുമ്പോൾ ആ ഒരു ഫ്രെയിംവർക്കുകൾ, NBFCയുടെ ഫ്രെയിംവർക്കുകളൊക്കെ നോക്കുക. സോ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ RBIയുടെ ഓവറോൾ ഫങ്ഷൻസും അവരുടെ ഡെവലപ്മെന്റൽ ഫങ്ഷൻസും എക്കോണമിയുടെ അവരുടെ റോളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ UPSC പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഏതൊക്കെ രീതിയിൽ ഈ ഒരു തീമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു തീമിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ടീം നമ്പർ 27 ഈ ഒരു ക്ലാസ് വളരെ ഡെപ്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് പോയി കാണുക. മറ്റൊരു സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം.